എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. നമുക്കിന്നേ ദിവസം നമ്മുടെ കർത്താവ് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളോ അതിൽ തന്നെ പാർപ്പീൻ. മറ്റ് സുവിശേഷങ്ങളിലും നാം ഈ ഭാഗം വായിക്കുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് കർത്താവ് പട്ടണങ്ങളിലേക്ക് അയക്കുമ്പോൾ ചില വ്യവസ്ഥകൾ പറഞ്ഞാണ് അവരെ അയക്കുന്നത്. നിങ്ങൾ എന്തെടുക്കരുത് എന്ന് പറഞ്ഞാണ് അവരെ അയക്കുന്നത്. എന്ത് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് അവരെ അയക്കുന്നു. അധികാരം കൊടുത്താണ് കർത്താവ് അവരെ അയക്കുന്നത്. വെറുതെ അല്ല, അധികാരത്തോടെയാണ് അയക്കുന്നത്. എന്നാൽ അയക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു പ്രത്യേക കാര്യമാണ് നാം ഇവിടെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളൂ അതിൽ തന്നെ പാർപ്പീൻ എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾ അവിടെ നിന്ന് എന്ന് പുറപ്പെട്ടു പോകുമോ ആ ദിവസം വരെ അവിടെ തന്നെ പാർക്കണം. എന്താണ് കർത്താവ് അങ്ങനെ പറയുവാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളുടെ പാർപ്പിടങ്ങൾക്ക് സ്ഥിരതയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങൾക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, അധികാരം കൊടുത്താണല്ലോ ഇവരെ അയക്കുന്നത്. അധികാരം കൊടുത്ത് കർത്താവ് അയക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നു. അവിടെ അവരെ കാണേണ്ടതിനോ പ്രാർത്ഥിക്കേണ്ടതിനോ രോഗസൗഖ്യത്തിനോ അല്ലെങ്കിൽ ഭൂതഗ്രസ്തരെ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇന്നൊരു വീട്ടിൽ പാർത്തിട്ട് നാളെ രോഗികളുമായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയമായിട്ടോ അവിടെ ഒരാൾ വരുമ്പോൾ അവർ പറയാണ്, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ഇത് വരാതിരിക്കാൻ ഇനി ഒരു വീട്ടിലെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റു വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയെന്നിരിക്കട്ടെ, അടുത്ത ദിവസം വേറെ ആൾ പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു ദിവസം താമസിക്കണം. ഇങ്ങനെ അപ്പോസ്തലന്മാർ സ്ഥിര പാർപ്പിടമില്ലാത്തയിടത്ത് പാർത്താൽ, ഇത് അയക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ പാർത്താൽ പല വിഷയങ്ങളുമായി വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഇവരുടെ പാർപ്പിടങ്ങൾക്കൊരു സ്ഥിരതയുണ്ടായിരിക്കണം. ഇവരെ വിളിച്ച് പറയുകയാണ്, ആ വീട് അത്ര ശരിയല്ല, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാർക്കെന്ന് ഒരാൾ പറഞ്ഞാൽ അതിനൊന്നും അവർക്ക് അവർ അനുവദിച്ചിട്ടില്ല. വിളിക്കുന്നിടത്ത് പോകാനും ബോധിച്ചെടുത്ത് പാർക്കാനും അതൊന്നും അവരെ ദൈവം അനുവദിക്കുന്നില്ല. ഒരു വ്യവസ്ഥ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ നിങ്ങൾ ചെന്നാൽ ആ പട്ടണം വിട്ട് പോകുമ്പോൾ അവിടെ തന്നെ പാർക്കണം. പാർപ്പിടങ്ങൾക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന് പറയുന്നു. ഇന്ദ്രിയജയത്തോട് സ്ഥിരത ഉണ്ടായിരിക്കണം. അപ്പോൾ നാം സ്ഥിരതയുള്ളവരായിരിക്കാനാണ് പത്രോസും നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ ദൈവമക്കളായ നമ്മൾ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സ്ഥിരതയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നമുക്ക് അവകാശമില്ല. വിശ്വാസത്തിന് സ്ഥിരത ഉണ്ടായിരിക്കണം. അതല്ലേ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദുരുപദേശങ്ങളുള്ള ഈ ലോകത്ത്, അന്യോപദേശങ്ങളുള്ള ഈ ലോകത്ത്, ചതിക്കപ്പെടുന്ന ഈ ലോകത്ത്, വഞ്ചിക്കപ്പെടുന്ന ഈ ലോകത്ത്, വശീകരണ വാക്കുകൾ കൊണ്ട് ചതിക്കപ്പെടുന്ന ലോകത്ത് നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ ഉത്സാഹിക്കണം. നാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ആ ദിവസം വരെ ആ ഉപനിധി സൂക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം.
ആകയാൽ ഈ വചനം ഈ പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുക കർത്താവ് നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.